BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ജനവാസ മേഖലയായ മേക്കാലടിയിൽ മാരക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പശക്കമ്പനി നിർമ്മാണം സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചും തുടരുന്നതായി പരാതി. പാടശേഖരത്തോട് ചേർന്ന് ഫോർമാലിൻ യൂറിയ പശക്കമ്പനിയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. കമ്പനിക്കെതിരായ സമരം ശക്തമാക്കുമെന്നും പൗരസമിതി മുന്നറിയിപ്പ് നൽകി. മാരക വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ഫോർമാലിൻ സംയുക്ത പശ നിർമ്മാണ കമ്പനിക്ക് തദ്ദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് പഞ്ചായത്തിൽ നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് പൗരസമിതി ഭാരവാഹികൾ പറയുന്നു. അന്തരീക്ഷം വലിയ രീതിയിൽ മലിനപ്പെടുത്തുകയും മാരക രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്ന കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരിൽ നിന്ന് ലൈസൻസുകളും ലഭിക്കാത്ത നിയമവിരുദ്ധമായാണ് നടക്കുന്നതെന്നും പരിസരവാസികൾ ആരോപിക്കുന്നു. കളക്ടർ, തഹസിൽദാർമാർ, RDO എന്നിവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭൂമി പരിശോധിച്ച് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്ന പശ നിർമ്മാണ യൂണിറ്റ് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സിനെ ഗുരുതരമായി ബാധിക്കും. തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ അനുമതി നിഷേധിച്ച ഫാക്ടറിയാണ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതെന്നും കൂടുതൽ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും പൗരസമിതി പ്രസിഡന്റ് ഫൈറൂസ് മീരാൻ പറഞ്ഞു. അവിവാഹിതനായ സഹോദരന്റെ മരണാനന്തര ധനസഹായം നൽകാത്ത സാധുജന സംഘത്തിന്റെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. സംഘത്തിന്റെ നിയമാവലിയിലെ വ്യവസ്ഥകൾ ലംഘിച്ച നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഇടക്കൊച്ചി സ്വദേശികളായ മേരി ബോണിഫസ്, ഭർത്താവ് PT ബോണിഫസ് എന്നിവർ തോപ്പുംപടിയിലെ വിശുദ്ധ ഔസേപ്പിൻ സാധുജന സംഘത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 15 വർഷമായി സാധാരണ അംഗങ്ങളാണ് ഇരുവരും. 8,000 രൂപ അടവാക്കി സംഘത്തിന്റെ 800 ഷെയറുകൾ 2018 മുതൽ ഇരുവരും എടുത്തിരുന്നു. മേരി ബോണിഫസിന്റെ അവിവാഹിതനായ സഹോദരൻ മരണപ്പെടുകയും ധനസഹായ അപേക്ഷാ സംഘം നിരാകരിക്കുകയും ചെയ്തു. സംഘത്തിന്റെ നിയമാവലി പ്രകാരം 15,000 രൂപ നൽകണമെന്നും നിബന്ധനയുണ്ട്. നിയമാവലി പ്രകാരമുള്ള മരണാനന്തര ധനസഹായം സംഘം നൽകിയിരുന്നില്ല എന്നത് ചട്ടവിരുദ്ധവും കുടുംബാംഗങ്ങളോട് കാണിച്ചത് അനീതിയുമാണെന്നും TB ബിനു പ്രസിഡന്റും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് നിരീക്ഷിച്ചു. സംഘത്തിന്റെ നിബന്ധനകൾ പ്രകാരം ലഭിക്കേണ്ട 31,000 രൂപ പലിശ സഹിതവും നഷ്ടപരിഹാരം, കോടതി ചെലവ് ഇനങ്ങളിൽ 40,000 രൂപയും 45 ദിവസത്തിനകം പരാതിക്കാർക്ക് നൽകാൻ എതിർകക്ഷിക്ക് കോടതി നിർദ്ദേശവും നൽകി. പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് സിബിൻ വർഗീസ് ഹാജരായി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. രാത്രി കടയുടെ മുന്നിൽ മദ്യപിച്ച് കിടന്നുറങ്ങിയത് ചോദ്യം ചെയ്ത കെട്ടിട ഉടമയ്ക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കലൂർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് റോഡിൽ കനാകത്ത് വീട്ടിൽ ജോജി ഫ്രാൻസിസിനെ മർദ്ദിച്ച തഞ്ചാവൂർ സ്വദേശി ശക്തിവേലാണ് പിടിയിലായത്. തലയ്ക്കും കണ്ണിനും ഗുരുതര പരിക്കേറ്റ ജോജി കലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 10:30 കലൂർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് റോഡിലാണ് സംഭവം. ഇവിടെയുള്ള കെട്ടിടത്തിന്റെ ഉടമയാണ് ജോജി. കടവരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന ശക്തിവേലിനെ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കലൂരും പരിസരവും അലഞ്ഞു നടക്കുന്നയാളാണ് ശക്തിവേൽ. തലയണയായി വെച്ചിരുന്ന ഹാൻഡ് ബാഗ് എടുത്തു മാറ്റിയതോടെ അക്രമാസക്തനായ ശക്തിവേൽ ജോജിയെ ആക്രമിക്കുകയായിരുന്നു. തല ടൈലിലേക്ക് ഇടിപ്പിച്ചതോടെ ജോജി ബോധരഹിതനായി. പിന്നാലെ ശക്തിവേൽ സ്ഥലം വിട്ടു. വഴിയാത്രക്കാരാണ് ജോജിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ജോജിയുടെ സഹോദരനാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. നോർത്ത് CI പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം കലൂർ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് കിടന്നുറങ്ങുകയായിരുന്ന ശക്തിവേലിനെ അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. മുളന്തുരുത്തി ഫോട്ടോഷൂട്ടിനെത്തിയ നവദമ്പതികളെ ആക്രമിച്ച സംഭവത്തിൽ ഒരാളെ മുളന്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലൂർ കലവത്ത് അരീസ് ബാബുവിനെയാണ് പിടികൂടിയത്. ഞായറാഴ്ച പകൽ 2-ന് എടക്കാട്ട് വയൽ ഒലിപ്പുറത്ത് തലയോലപ്പറമ്പ് സ്വദേശികളായ അരുൺ വിജയൻ, ഭാര്യ അശ്വതി രാജ് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത്. സഹോദരങ്ങളായ അമ്പലൂർ കലവത്ത് ഹാഷിം ബാബു, അരീസ് ബാബു എന്നിവർ ചേർന്നാണ് ദമ്പതികളെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ദമ്പതികൾ ഒലിപ്പുറം റോഡരികിൽ കാറ് പാർക്ക് ചെയ്ത ശേഷം സമീപത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്നതിനിടെ ബൈക്കിലെത്തിയ പ്രതികൾ ദമ്പതികളെ
കുട്ടികളെ അസഭ്യം പറഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഒന്നാം പ്രതി അരീസ് ബാബു ഹെൽമറ്റ് വെച്ച് അരുണിനെ അടിക്കുകയും അശ്വതിയെ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം ദമ്പതികൾ എടുത്തിരുന്നു. പരിക്കേറ്റ ദമ്പതികൾ എപി വർക്കി മിഷനിൽ ചികിത്സ തേടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അരീസിനെ മുളന്തുരുത്തി ഇൻസ്പെക്ടർ മനീഷ് കെ പൗലോസ് കാഞ്ഞിരമറ്റത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പൊൻകുന്നത്ത് താമസിക്കുന്ന ഹാഷിം ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു. കാഞ്ഞിരമറ്റത്തെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ സഹോദരങ്ങൾ മദ്യപിക്കാനായിട്ടാണ് ഒലിപ്പുറം ഭാഗത്തെത്തിയത്. മദ്യപിച്ച ശേഷമാണ് ഇരുവരും ദമ്പതികളെ ആക്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും ഉടമയെ കബളിപ്പിച്ച് 13 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി അറസ്റ്റിലായി. എരുമേലി കനകപ്പലം മണ്ണിൽ ഹൌസിൽ സുമിത് എബ്രഹാം ചെറിയാനെയാണ് ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തൃപ്പൂണിത്തുറ വാലിമേൽ റോഡ് വലിയകുളങ്ങര വീട്ടിൽ പോൾ ജെയിംസിന്റെ വീട്ടിലാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ ജൂൺ 11 രാവിലെ വീട്ടുടമസ്ഥനെ ജോലി സ്ഥലത്താക്കിയ ശേഷം തിരിച്ചു വീട്ടിലെത്തിയ സുമിത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഉൾപ്പെടെ 13 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്നാറിൽ നിന്നും ഹിൽ പാലസ് ഇൻസ്പെക്ടർ ആനന്ദബാബു, സിപിഒമാരായ ബൈജു, KS പോൾ, മൈക്കിൾ, സൈബർ സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ അരുൺ എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി മാറ്റി. ഓഗസ്റ്റ് 2 വീണ്ടും പരിഗണിക്കും. CS ഡയസാണ് ഹർജി പരിഗണിക്കുന്നത്. ജാമ്യ ഹർജിയെ എതിർത്ത് പീഡനത്തിനിരയായ നടി കക്ഷി ചേർന്നിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് ഒമർ ലുലുവിന്റെ വാദം. എന്നാൽ തന്നെ MDMA കലർത്തിയ പാനീയം നൽകി മയക്കി ബലാത്കാരം ചെയ്തെന്നാണ് നടി പറയുന്നത്. ഒമർ ലുലുവിന് നേരത്തെ ഇടക്കാലം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 2022 മുതൽ പരാതിക്കാരിയുമായി അടുപ്പമുണ്ടെന്നും ഒമർ ലുലു ഹർജിയിൽ വ്യക്തമാക്കി. ആ വർഷം സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാണത്തിനിടെ പരാതിക്കാരിയുമായി അടുത്ത ബന്ധം ഉടലെടുത്തു. ഇത് 2023 ഡിസംബർ വരെ തുടർന്നു. ബന്ധം വികസിച്ചു വന്നതോടെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പരാതിക്കാരി സംശയത്തോടെ നോക്കി തുടങ്ങിയതായി ഒമർ ലുലു ഹർജിയിൽ ആരോപിച്ചു. താൻ പൊസസീവാണെന്നും പരാതിക്കാരി പറയുകയും ചെയ്തിരുന്നു. ആരോടെങ്കിലും സംസാരിച്ചാൽ പോലും സംശയത്തിന്റെ കണ്ണിൽ കൂടി നോക്കി തുടങ്ങി. കോളുകളും ചാറ്റുകളും നോക്കാൻ പരാതിക്കാരി തന്റെ ഫോൺ പരിശോധിക്കുമായിരുന്നു. 1 വർഷത്തിനിടെ പരാതിക്കാരിയുമായി പല സ്ഥലങ്ങളിൽ പോവുകയും വിവിധ ഹോട്ടലുകളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ അപ്പാർട്ട്മെന്റ് താമസിച്ചിട്ടുണ്ടെന്നും ഒമർ ലുലു പറയുന്നു. പരാതിക്കാരിക്ക് തന്നോടുള്ള പെരുമാറ്റം ഒരു വിധത്തിലും സഹിക്കവയ്യാതായോടെയാണ് ബന്ധം തകർന്നതെന്നും 2023 ഡിസംബറിന് ശേഷം യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നും ഒമർ ലുലു അവകാശപ്പെട്ടു. പരാതിക്കാരിയുമായി അടുപ്പമുണ്ടായിരുന്ന സമയത്തെ ചാറ്റുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും തങ്ങളുടെ ബന്ധം ഉഭയസമ്മത പ്രകാരമാണെന്ന് അത് തെളിയിക്കുമെന്നും ഒമർ ലുലു ജാമ്യ ഹർജിയിൽ പറയുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രഥമ സോഷ്യൽ ഇന്നൊവേഷൻ ഉച്ചകോടി 26-27 തീയതികളിൽ കൊച്ചി ലേ മെറിഡിയനിൽ നടക്കും. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും നവീനാശയങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ സന്നദ്ധ സംഘടനകൾക്കും ബോധവൽക്കരണവും പരിശീലനവും നൽകുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. നാഷണൽ NGO കോൺഫെഡറേഷൻ ഹൈഫി കൺസൾട്ടൻസി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടിയിൽ 1000-ഓളം സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും. CSR ധനസമാഹരണം, സാമൂഹിക സ്റ്റാർട്ടപ്പുകൾ സമീപിക്കേണ്ട രീതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുമെന്നും കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അറിയിച്ചു. മന്ത്രി P. രാജീവ്, ഹൈബീഡൻ MP, TJ വിനോദ് MLA, നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാർ, നാഷണൽ NGO കോൺഫെഡറേഷൻ അഡ്വൈസറി ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിക്കും. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സെഷനും ഉച്ചകോടിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.